കൊടുക്കുന്ന വലിയൊരു കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. തുടക്കത്തിൽ തന്നെ നല്ലൊരു വീഡിയോയിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തന്നെ ജനുവരി 23 എന്നുള്ളത് ഡേ ഓഫ് വാലർ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ഈ ഡേ ഓഫ് വാലറായിട്ട് കൊണ്ടാടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് ഒരു ഡേ ഓഫ് ഗ്രേറ്റ് കറേജ് ആൻഡ് ലാക്ക് ഓഫ് ഫിയർ, ധൈര്യം ഉണ്ടാവുകയും പേടിയില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മ ജന്മദിനമായിട്ടാണ് ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കേട്ടു ഫെയിലർ എന്ന വാക്ക്, പരാജയം. ഈ ഫെയിലർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് സക്സസിന്റെ ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഫെയിലർ ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ്, ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് സക്സസ്. വിജയത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അത് ഓപ്പോസിറ്റ് ആയിട്ട് കരുതുമ്പോൾ അത് ഭാഗമായി മാറുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വിജയത്തിന്റെ തുടക്കം പലപ്പോഴും പരാജയത്തിൽ നിന്നാണ്. പരാജയപ്പെടുന്ന ആൾക്കാർ പലപ്പോഴും നിർത്തിപ്പോകുന്നവരുണ്ട്. പക്ഷെ പരാജയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വിജയത്തിലേക്കുള്ള പാതയായിട്ട് ഒരു വഴിയായിട്ട് മാറ്റുന്നവരുണ്ട്. ഇപ്പം പരാജയപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ പരാജയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വിജയത്തിലേക്ക് എത്തുക അത് അനിവാര്യമാണ്. അപ്പം അങ്ങനെ ഉള്ളവർക്കുള്ള ഒരു സംവിധാനമാണ് RCM. തുടക്കത്തിൽ ധാരാളം പരാജയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും, ധാരാളം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ മാത്രമേ ഒരാൾക്ക് RCM സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. സ്വയം ശക്തനാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. RCM നമുക്ക് വരുന്ന ഏറ്റവും വലിയ അവസരം തന്നെ സ്വയം ശക്തരാകുക. കാരണം ശക്തരായ ആൾക്കാരെയാണ് ആൾക്കാർ ബഹുമാനിക്കുക. അപ്പൊ ആൾക്കാരുടെ ബഹുമാനം ഉണ്ടാണെങ്കിൽ നമ്മൾ സ്വയം ശക്തരായിട്ട് മാറണം. ആ ശക്തിയിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. ഒരാളുടെ പരിശ്രമം കൊണ്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും പറഞ്ഞാൽ RCM എന്നുള്ളത്. ഇവിടെ പ്രതിസന്ധികളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, ഒറ്റപ്പെടുത്തലുണ്ടാകും, കളിയാക്കലുകളുണ്ടാകും, പരിഹാസങ്ങളുണ്ടാകും. കാരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പരിഹാസം കേൾക്കുന്നവരാണ് ഇതിഹാസങ്ങളായിട്ട് മാറുന്നവർ തന്നെ. വലിയൊരു സംവിധാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. അപ്പൊ എന്നെ ഷാജി സാർ പരിചയപ്പെടുത്തി. പേര് ബാബു MT. സ്വന്തം ജനിച്ച സ്ഥലം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ്. ചെറിയ ഗ്രാമം, ഒരു സാധാരണ ഗ്രാമം. 18 വയസ്സ് വരെ ഗ്രാമത്തിലായിരുന്നു. ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചു. സാധാരണ ചുറ്റുപാടുകളിൽ നിന്നുമാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. 1986 ഒരു ജോലി കിട്ടി. ഇന്ത്യൻ എയർഫോഴ്സിലാണ് ചെന്ന് വിട്ടത്, ബാംഗ്ലൂരിൽ. 20 വർഷമാണ് ജോലി ചെയ്തത്. 20 വർഷം കഴിഞ്ഞപ്പോൾ ആ ജോലിയോട് എനിക്ക് വിരക്തി തോന്നി. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ജീവിക്കാൻ പറ്റില്ല എന്ന് ഒരു തിരിച്ചറിവുണ്ടായപ്പോഴാണ് ജോലി റിസൈൻ ചെയ്തത്. 20 വർഷമായി ജോലി ചെയ്തിട്ടു. 2006 തിരിച്ചു പോന്നു. വന്നു പെട്ടത് കോട്ടയത്താണ്. കോട്ടയത്ത് മണർകാട് ഏരിയയിലാണ് വന്നു പെട്ടത്. അവിടെ നിന്ന് പുതുപ്പള്ളിയിലേക്ക് 2013 താമസം മാറി. സ്വന്തം വീട്ടിലാണ് പുതുപ്പള്ളിയിൽ. 2013 മുതൽ പുതുപ്പള്ളിക്കാരനാണ്. 2006 ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് തിരിച്ചു വന്നു. അന്ന് മനസ്സുകൊണ്ട് എടുത്തൊരു തീരുമാനമാണ് ഇനി ജോലിക്കാരനാകില്ല എന്നുള്ളത്. അതുകൊണ്ട് ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഒരു ബിസിനസ് ചെയ്യാനുള്ള താല്പര്യമുണ്ടായി. കാരണം എൻ്റെ അച്ഛൻ എന്നോട് എയർഫോഴ്സിൽ പോകാൻ വേണ്ടി പറഞ്ഞതാണ്, ഞാനൊരു കൃഷിക്കാരനാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ജീവിതം രക്ഷപ്പെടാൻ വന്നിട്ട് ഒരു ജോലിക്കാരനാവുക എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. 20 വർഷം ജോലി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ജോലി കൊണ്ടൊന്നും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം ഉണ്ടാകില്ല. അപ്പോൾ അടുത്ത ഓപ്ഷനാണ് ബിസിനസ് എന്നുള്ളത്. അങ്ങനെയാണ് മനസ്സിലൊരു ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കയറിക്കൂടിയത്. അങ്ങനെ ഒരു ബിസിനസ്സുകാരനാകാനായിട്ട് ഒരു ഷോപ്പൊക്കെ ഞാൻ കോട്ടയത്തടുത്ത് പാമ്പാടിയിൽ 2008 തുടങ്ങി. 2 വർഷം മാത്രമേ ആ ഷോപ്പായിട്ട് മുന്നോട്ട് വന്നത് പറ്റുള്ളൂ. കാരണം ഒരു ബിസിനസ്സുകാരനാകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ആ ഷോപ്പ് അവസാനിപ്പിച്ചു. അങ്ങനെയൊക്കെ സമയത്താണ് RCMനെ കൂടുതൽ അറിയാൻ ശ്രമിച്ചത്.
2007 ആർ സി എമ്മിനെ പറ്റി കേൾക്കാനിടയായത്. 2008 ആർ സി എമ്മിൽ ജോയിൻ ചെയ്യുന്നത്. 2010 ആർ സി എമ്മിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് പങ്കെടുക്കുന്നത്. ആ ആദ്യത്തെ മീറ്റിംഗ് എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറി. കാരണം ആ ക്ലാസ് എടുത്തത് ഗോപകുമാർ സാറാണ്. ഗോപകുമാർ സാറിൻ്റെ ചില വാക്കുകളാണ് എനിക്ക് പ്രചോദനമായത്. അങ്ങനെ ആർ സി എമ്മിൽ ഞാൻ സജീവ സാന്നിധ്യമായത് 2010. ഇന്ന് നമ്മൾ കാണുന്ന പോലുള്ള ആർ സി ഒന്നും ആയിരുന്നില്ല അന്ന്. ഇന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ 2 3 ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ നിയറസ്റ്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് കോട്ടയം ടൗൺ, കോട്ടയം വൈസ്കരക്കുന്നിലുള്ള ആർ സി എമ്മിൻ്റെ ബസാറാണ്. അടുത്ത ഷോപ്പ് എന്ന് പറഞ്ഞാൽ കുരിശുമൂടുള്ള ആർ സി എമ്മിൻ്റെ ബസാർ. 2 ഷോപ്പുകളാണ് മെയിൻ ഷോപ്പുകൾ. പിന്നെ കാഞ്ഞിരപ്പള്ളിയിലും റാന്നിയിലും മറ്റും ഓരോരോ ഷോപ്പ് ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷമാണ് പുതുപ്പള്ളിയിൽ ഒരു ബസ് സ്റ്റാൻഡിനകത്ത് ഒരു ചെറിയ ഷോപ്പ് വന്നു. അങ്ങനെ ഓരോരോ ഷോപ്പ് വന്നു. ഞാൻ ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി 2010. വീട്ടിൽ വൈഫിന് കൊളസ്ട്രോൾ ഉണ്ടായിരുന്ന കൊളസ്ട്രോൾ തവിടെണ്ണ ഉപയോഗിച്ച് മാറിയപ്പോഴാണ് കുറച്ചുകൂടെ സീരിയസ് ആയത്. അതിനുശേഷം മൂർത്തി സാറും ഞാനുമായിട്ട് പല വീടുകളിൽ കയറി ഇറങ്ങി ആർ സി എമ്മിനെ പറ്റി പരിചയപ്പെടുത്താൻ ഞാൻ കാണിച്ചു കൊടുത്ത ആൾക്കാരെ മൂർത്തി സാറ് ആർ സി എം പരിചയപ്പെടുത്തുമ്പോൾ ഞാനും കൂടെ നടന്ന് കുറേ കാര്യങ്ങൾ കേട്ട് പഠിച്ചു, കുറേ കാര്യങ്ങൾ കണ്ടുപഠിച്ചു. അതിനുശേഷം മൂർത്തി സാറ് എന്ന് എറണാകുളത്ത് താമസമാണ്. അദ്ദേഹത്തിന് എപ്പോഴും വരാൻ പറ്റാത്തതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞാനും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ചെയ്ത് പഠിച്ചു. അപ്പോൾ ആദ്യം കേട്ട് പഠിച്ചു, പിന്നെ കണ്ടു പഠിച്ചു, പിന്നെ കുറേ ചെയ്ത് പഠിച്ചു. അന്ന് എനിക്ക് ടീമൊന്നുമില്ല, ഞാൻ ഒറ്റയാനാണ്. എനിക്ക് ടീമൊന്നുമില്ല. എൻ്റെ താഴെ വരുന്ന PV 0. അപ്പോൾ PV ഉണ്ടാകണമെങ്കിൽ ഞാൻ തന്നെ ഉൽപ്പന്നം ഉപയോഗിക്കണം, ഞാൻ തന്നെ ആൾക്കാർക്ക് സാധനം കൊണ്ട് കൊടുക്കണം. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് പറ്റൂ. അതുകൊണ്ട് ഞാൻ കോട്ടയത്ത് ആർ സി എമ്മിൻ്റെ ബസാറിൽ ചെന്നു. ഒരു 15,000 രൂപയുടെ സാധനം എൻ്റെ കാറിൻ്റെ ഡിക്കിക്കകത്തും കാറിനുള്ളിലൊക്കെ നിറച്ചു വെച്ചു. അതുമായിട്ട് പരിചയമുള്ള ആൾക്കാരുടെയൊക്കെ വീടുകളിലേക്ക് ചെല്ലാൻ തുടങ്ങി. തുടക്കത്തിൽ ആൾക്കാർ പറയാൻ നാണക്കേടായിരുന്നു, മടിയായിരുന്നു. പക്ഷേ ഈ ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യൽ മീറ്റിങ്ങുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ചെയ്താൽ ജീവിതത്തിൽ രക്ഷപ്പെടും. അങ്ങനെ കുറച്ച് നാണക്കേടും പരിഹാസവും ഒക്കെ ഏറ്റുവാങ്ങി, നിന്നയൊക്കെ ഏറ്റുവാങ്ങി ആൾക്കാരുടെ ആർസ്യം പറയാൻ തുടങ്ങി. പിന്നെ ഇവിടെ എപ്പോഴാണ് ആർസ്യമിനെ പറയാന്നുള്ള സംശയമൊന്നും ഉണ്ടായില്ല. ആരെ കണ്ടാലും 2 3 പേര് എവിടെ കൂടി എന്നാലും അവരോടൊക്കെ ആർസ്യം പറയാന്നുള്ളൊരു ഹാബിറ്റായി മാറി. അങ്ങനെ ആർസ്യമിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ഒരു ഓട്ടമായിരുന്നു. രാവിലെ മുതൽ എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോകുന്നതിന് വന്നോ വീട്ടിൽ തിരിച്ചെത്തുന്നോ അതിനൊന്നും ഒരു കൃത്യസമയമൊന്നുമില്ല. ഒരു സോൾജിയറെ പോലെ 24 മണിക്കൂറും സൈൻ ചെയ്തൊരു വ്യക്തിയെ പോലെ എപ്പോഴും ആർ സി എമ്മിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക. ആരെപ്പം വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ആരോടെങ്കിലും ആർ സി എം പറഞ്ഞു അന്നേരം പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീട്ടിൽ തിരിച്ചു വരുന്നതിന് ഒരു പ്രത്യേക സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു ഏകദേശം 2 3 വർഷക്കാലം. അതിനടുത്ത് ആർ സി എമ്മിൻ്റെ ഓരോരോ ലെവലുകൾ എന്നെ തേടിയെത്തി. പക്ഷെ അന്ന് ആർ സി എമ്മിൽ ഇങ്ങനെയൊക്കെ ലെവലുകൾ ഉണ്ടെന്നും അറിയില്ല. 20,000 PV എത്തിക്കഴിഞ്ഞാൽ ബിഗിനർ ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ 20,000 PV കഴിഞ്ഞു. എന്നെ ആരും ബിഗിനർ എന്ന് വിളിച്ചില്ല, എനിക്കാരും ട്രോഫി തന്നിട്ടില്ല, എനിക്കാരും മാല തന്നില്ല. പിന്നീട് 40,000 PV എത്തി. അന്ന് ആരും പറഞ്ഞില്ല നിങ്ങൾ സ്റ്റാർട്ടറാന്ന് പറഞ്ഞില്ല. അന്നും എനിക്കാരും ട്രോഫി തന്നില്ല, മാല തന്നില്ല, ഒന്നും തന്നില്ല. അതിനുശേഷം ഓപ്പണറായപ്പോൾ ആരും ബോണസ് തന്നില്ല, മാല തന്നില്ല, ട്രോഫി തന്നില്ല, ഒന്നും തന്നില്ല. അതിനുശേഷം ഈഗിളായി 1,15,000 PV. 1,15,000 PV ആയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ എറണാകുളത്ത് രാജൻ സാർ സംഘടിപ്പിച്ച ഒരു മീറ്റിംഗ് മൂർത്തി സാറിനെ വിളിച്ചു വരുത്തി ഒരു ട്രോഫി തരുന്നത്. അതാണ് എനിക്ക് ആദ്യം കിട്ടുന്ന ട്രോഫി. അത് എറണാകുളത്ത് ഏതോ ഒരു ഹോളി വെച്ചാണ്, ഏതാണെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. കാരണം ഇങ്ങനെ ട്രോഫി കിട്ടുമെന്നോ മാല കിട്ടുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നൊന്നും അന്ന് ഒന്നിൽ അറിവില്ലായിരുന്നു, അല്ലെങ്കിൽ ആരും പരിചയപ്പെടുത്തിയില്ല. പക്ഷേ ഈകളായപ്പോൾ മുതലാണ് ആർ സി ബിയിൽ ഇങ്ങനെയുള്ള ലെവലുകളുണ്ടെന്നും വരുമാനത്തിൻ്റെ ലെവലുകളാണെന്നും മനസ്സിലായത്. ഞാൻ ലെവലുകൾക്ക് വേണ്ടിയല്ല ആർ സി എം ചെയ്തത്, പിന്നുകൾക്ക് വേണ്ടിയല്ല ആർ സി എം ചെയ്തത്. കാരണം ആർ സി എമ്മിൻ്റെ വലിയൊരു ഷോപ്പ് ആർ സി എം ബസാർ കോട്ടയം ജില്ലയിൽ വൈസ്കരക്കുന്ന് എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ സാധനം വാങ്ങാൻ പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഞാൻ പണത്തിന് നല്ല ആവശ്യമുള്ള ആളായിരുന്നു. അവിടെ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ചന്ദ്രഹാസൻ പിള്ളയായിരുന്നു, ഒരു റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ ആ പരിചയത്തിൻ്റെ എനിക്ക് നേരത്തെ പരിചയമില്ലായിരുന്നു, ഷോപ്പിൽ ചെന്ന് പരിചയം ആയതാണ്. അദ്ദേഹത്തോട് ഞാൻ ആർ സി എമ്മിൻ്റെ എയർഫോഴ്സിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചിരിക്കും. അങ്ങനെ ആർ സി എമ്മിനെ പറ്റി സംസാരിച്ചു. ഞാൻ ചോദിച്ചു സാറ് പൊസിഷനായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഞാൻ റോയൽറ്റി അച്ചീവറാണ്. അപ്പോൾ എന്താണ് റോയൽറ്റി അച്ചീവർ എന്ന് ആ സമയത്ത് ആരും പറഞ്ഞു തരാനോ ഒന്നും ഇല്ലായിരുന്നു. ഇതുപോലെ ക്ലാസ്സുകളൊന്നുമില്ല.
അപ്പോൾ ഞാൻ ചോദിച്ചു റോയൽറ്റി അച്ചീവർ ആയാലും എന്ത് കിട്ടും? അദ്ദേഹം പറഞ്ഞു സാറിന് ഒരു 25,000 രൂപ വെച്ച് എനിക്ക് മാസം കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം വന്നു, ഒരു 25,000 രൂപ എങ്ങനെയെങ്കിലും RCM എന്ന് നേടിയെടുക്കണം. അദ്ദേഹം പറഞ്ഞ ഐഡിയ ആണ് സാധനങ്ങളുമായിട്ട് വീട് വീടാന്തരം കയറി ആൾക്കാരെയൊക്കെ കാണുക, അവരെ RCM പരിചയപ്പെടുത്തുക, ഒരു ടീം ഉണ്ടാക്കുക. അങ്ങനെ ടീം ഉണ്ടായി കഴിഞ്ഞാൽ ഈ 25,000 രൂപയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ ഒറ്റ ചിന്തയോടുകൂടിയാണ് ഇറങ്ങിയത്. അപ്പോൾ ക്ലാസ് എടുക്കാനൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ആ ഷോപ്പിൽ വെച്ചൊരു മീറ്റിംഗ് നടത്തി. മീറ്റിംഗ് വന്ന മൂർത്തി സാർ എന്നെ വിളിച്ച് പറഞ്ഞു, കോട്ടയത്ത് ഞാൻ വരുന്നുണ്ട്, RCM ബസാറിലാണ് മീറ്റിംഗ് എടുക്കുന്നത്, ബാബു സാറോട് വരണം. ഓക്കെ, ഞാൻ എന്തായാലും ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെന്നു. ക്ലാസ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് മൂർത്തി സാർ എന്നെ പെട്ടെന്ന് വേദിയിലേക്ക് വിളിച്ചിട്ട് എണ്ണ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇതിനെപ്പറ്റി പറയാൻ പറഞ്ഞു. അപ്പം ആൾക്കാരുടെ മുന്നേ ഒന്ന് സംസാരിച്ച് ശീലമൊന്നും എനിക്കില്ല. എൻ്റെ കയ്യിൽ തന്ന എണ്ണ ഞാൻ തന്നെ പേടിച്ചു ഇത് വിറച്ച് താഴെ വീഴുമെന്ന്. അതുപോലെ കാരണം എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. കുറച്ചൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നല്ലാതെ ഒരു വേദിയിൽ നിന്ന് സംസാരിച്ചിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ഇപ്പം എണ്ണയെപ്പറ്റി പറയാനാണ് എൻ്റെ വായിലൊന്നും വരുന്നുമില്ല. കുറച്ചൊക്കെ അറിയാം, എന്നിരുന്നാൽ പോലും സംസാരിക്കാൻ പറ്റുന്നില്ല. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ക്ലാസ്. കുറച്ചു നേരം കൈ പിടിച്ച് സാധനം എണ്ണയുമായിട്ട് പിടിച്ചത് മൂർസാറിന് തന്നെ തോന്നി എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല, എന്നിട്ട് ഒന്ന് പോയി ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട്, അത് 10-25 പേരുണ്ടായിരുന്ന ഒരു വേദിയാണെന്ന് എനിക്ക് ഓർമ്മ. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ക്ലാസ്സിനെ അഭിമുഖീകരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നി ഇത് നടക്കുന്ന പരിപാടിയല്ല, ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ക്ലാസ് എടുക്കുക, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. പക്ഷെ പിന്നീട് പതുക്കെ പതുക്കെ ഞാൻ ചെറിയ ചെറിയ റോളുകളൊക്കെ ഇതുപോലെ മീറ്റിങ്ങുകളൊക്കെ പോകുമ്പോൾ എന്നെ കൊണ്ട് സ്വാഗതം പറയിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ചെറിയ ചെറിയ റോളുകളൊക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് 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 വലിയ മീറ്റിങ്ങുകളിലൊക്കെ ക്ലാസ് എടുക്കാനുള്ള ധൈര്യം വന്നു. പിന്നീട് അങ്ങോട്ട് എനിക്ക് തോന്നി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. RCM വിജയിക്കണമെങ്കിൽ മീറ്റിങ്ങുകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ മാത്രമേ RCM വിജയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് 2013 ആദ്യമായിട്ട് കോട്ടയത്ത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു ഹാളുണ്ട്. അവിടെ 500 രൂപയാണ് ഫീസ്. മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല, ഒരു ബാത്റൂം മാത്രമുണ്ട്, വെള്ളമില്ലാത്ത ബാത്റൂം ഒന്നുമില്ല, സൗകര്യങ്ങൾ കുറവാണ്. 500 രൂപയ്ക്ക് ഹാൾ എടുത്ത് അവിടെ മീറ്റിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്തു. വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകായിരുന്നു, വീട്ടിൽ നിന്ന് കറിയും ചപ്പാത്തിയൊക്കെ കൊണ്ടുപോകായിരുന്നു. അങ്ങനെ ആൾക്കാരെ വിളിച്ചു വരുത്തിയ ഹാളിൽ ഇരുത്തി RCM പഠിപ്പിക്കാൻ തുടങ്ങി. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് നമ്മുടെ കൈപ്പഴ ജോസാറ്. തുടക്ക സമയത്ത് അദ്ദേഹം നമ്മളൊപ്പം ഇല്ല. അദ്ദേഹം ഇന്ന് RCMൻ്റെ സ്റ്റാർ പേൾ അച്ചീവറായിട്ടാണ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത്. അങ്ങനെയാണ് കോട്ടയത്ത് ആദ്യത്തെ മീറ്റിംഗ് സ്റ്റാർട്ട്. അപ്പോൾ എനിക്കൊരു ബോധ്യം വന്നു, മീറ്റിങ്ങുകളിൽ കൂടി മാത്രമേ RCMനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. കാരണം RCM വിജയിക്കണമെങ്കിൽ RCMനെ പറ്റിയുള്ള അറിവ് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഫോർമുലയാണ് സക്സസ് ഈസ് ഈക്വൽ ടു നോളജ് പ്ലസ് ആക്ഷൻ. അറിവ് നേടിയും പ്രവർത്തിക്കാം, അറിവ് നേടാതെയും പ്രവർത്തിക്കാം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ അറിവ് നേടി വളരുന്നയാൾ വിളയും, അറിവ് നേടാതെ വളരുന്നയാൾ വളയും. ഇതൊരു ആപ്തവാക്യം പോലെ ഞാൻ ഏറ്റെടുത്തു. അറിവ് നേടുക എന്നുള്ളതും ടീമിലുള്ളവർക്ക് അറിവ് നേടിക്കൊടുക്കുക എന്നുള്ളതും എൻ്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ മീറ്റിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. 500 രൂപ വെച്ച് എല്ലാ മാസവും ഞാൻ കൊടുക്കണം, എല്ലാ ചിലവുകളും ഞാൻ തന്നെ വഹിക്കണം. പ്രോഗ്രാം കഴിയുമ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോവും, ഞാനും ജെമിനി മാത്രം അവസാനവും. അവർ പറയുന്ന പൈസ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങിപ്പോവും. ഇന്ന് വരെ എത്ര രൂപ ചിലവായെന്നുള്ള കണക്ക് എഴുതി വെച്ചിട്ടില്ല. കാരണം അന്ന് ചിലവുകൾ മാത്രമേ ഉള്ളായിരുന്നു. അന്ന് അങ്ങോട്ട് എത്ര രൂപ മുടക്കുന്നു അതിൻ്റെ 4 പോലും ഇങ്ങോട്ട് തിരിച്ചു കിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് കഷ്ടപ്പാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 100 രൂപ കിട്ടണമെങ്കിൽ 10,000 രൂപ പണി ചെയ്യുന്ന സാഹചര്യം, 500 രൂപ കിട്ടണമെങ്കിൽ 50,000 രൂപ പണി ചെയ്യണം. അപ്പം പണി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, കാരണം പണി ചെയ്യുന്നതിന് ആനുപാതികമായിട്ടുള്ള പൈസ അന്ന് കിട്ടുന്നില്ലായിരുന്നു തുടക്ക സമയത്ത്. എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ വരുമാനം 250 രൂപയിൽ താഴെയാണ്. കൃത്യമായിട്ടൊരു ഓർമ്മയില്ല, എന്നാൽ 250 രൂപയിൽ താഴെയാണ് ഒരു മാസത്തെ എൻ്റെ ആദ്യത്തെ വരുമാനം എന്നുള്ളത്. 250 രൂപയ്ക്ക് വേണ്ടി 25,000 രൂപ പണി ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം.
അതുപോലെ കഷ്ടപ്പെട്ടാണ് തുടക്ക സമയത്ത് RCM ചെയ്തത്. അപ്പോൾ കിട്ടുന്ന വരുമാനം ചെയ്യുന്ന പണിയുമായിട്ട് വെച്ചപ്പോൾ വളരെ 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 കുറവായിരുന്നു തുടക്ക സമയത്ത്. പക്ഷേ ടീമിലുള്ളവർക്ക് അറിവ് നേടിക്കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായതുകൊണ്ടാണ് കോട്ടയത്ത് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിൽ ആദ്യത്തെ മീറ്റിംഗ് 13 പേരെ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ മീറ്റിങ്ങിൽ അത് കുറഞ്ഞ് 10 താഴെയായി. പിന്നത്തെ മീറ്റിംഗ് 15-ന് മേളിലായി. അപ്പോൾ ഏറിയും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും ഒക്കെ മീറ്റിങ്ങുകൾ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. സുരേഷ് സാറിനെ ആ മീറ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ ന്യൂട്രിചാർജ് ട്രെയിനർ. മൂർത്തി സാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ബിനു സാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്, എമറാൾഡ് സന്തോഷ് സാറിൻ്റെ മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല ഹേമന്ത് കുമാർ സാറിൻ്റെ മീറ്റിംഗ് പല പ്രാവശ്യം കോട്ടയത്ത് നടത്തിയിട്ടുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ കോട്ടയത്ത് മീറ്റിങ്ങുകൾ സ്റ്റാർട്ടായി. ആൾക്കാർ എണ്ണം കൂടാൻ തുടങ്ങി. വിശുദ്ധ പരിഷത്തിന്റെ ഹാളിൽ അന്ന് 25 പേർക്കോ 30 പേർക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ ഹോള് മാറി. അവിടെ NSS കരയോഗം ഹാളിലേക്ക് മാറി. അവിടെ 50-60 പേർക്ക് 100 പേർക്ക് വരെ ഇരിക്കാവുന്ന ഹോളായി. അവിടെയും ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്ക് ആൾക്കാരുടെ എണ്ണമൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡായി. കുറച്ചുപേരൊക്കെ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ അവിടുന്ന് അഞ്ജലി പാർക്ക്, ഹോട്ടൽ അഞ്ജലി പാർക്കിലേക്കായി. പിന്നത്തെ അവിടെ അവിടെ കുറച്ചുകൂടി ആൾക്കാർ, കുറച്ചുകൂടെ സുഖസൗകര്യങ്ങൾ, AC ഹോളൊക്കെ ആയി. പിന്നെ ആൾക്കാരുടെ എണ്ണം കൂടി നമ്മൾ മാമൻ മാപ്പിള ഹാളിൽ പ്രോഗ്രാം നടത്തി. ഇന്ന് പല ഹാളുകളിൽ വലിയ വലിയ മീറ്റിങ്ങുകളൊക്കെ കോട്ടയത്ത് നടക്കുന്നു. ഇപ്പോൾ തുടക്കം ചെറിയൊരു ഹാളിൽ നിന്നുമാണ്. ചെറിയ രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. ആ ചെറിയ തുടക്കങ്ങളാണ് വലിയ വലിയ വിജയത്തിലേക്ക് നമ്മളെ എത്തിച്ചത്. RCMന്റെ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ വലുതായപ്പോൾ എൻ്റെ ലെവലുകളും എൻ്റെ ലെവലുകളും മാറാൻ തുടങ്ങി. ഓരോരോ ഞാൻ ഈഗിളിൽ നിന്ന് റണ്ണറിൽ നിന്ന് വിന്നറിൽ നിന്ന് സ്റ്റാറായി. സ്റ്റാർ ആകുന്നതിന് ജസ്റ്റ് മുമ്പ് 2010 ഡിസംബർ മാസം ഡയറക്ട് സെല്ലിങ്ങിന് ഒരു നിരോധനം ഏർപ്പെടുത്തി. അന്ന് ജസ്റ്റ് 3000 PVക്കാണ് എൻ്റെ സ്റ്റാർ അച്ചീവ്മെൻറ്റ് പോകുന്നത്. ജസ്റ്റ് 3000. അപ്പോൾ ഡിസംബർ മാസം എന്താണെങ്കിലും സ്റ്റാർ ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങി. ഡിസംബർ മാസം 8-ാം തീയതി 2010 RCMനെയും ഇന്ത്യയിലെ എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെയും ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചു. വീണ്ടും ഞാൻ തൊഴിൽരഹിതനായിട്ട് മാറി. എങ്കിലും RCM തിരിച്ചു വരുമെന്ന് വലിയൊരു പ്രതീക്ഷയോടുകൂടി ഏകദേശം 2 വർഷത്തോളം കാത്തിരുന്നു. RCM നിർത്തിയ സമയത്ത് എൻ്റെ ടീമിൽ ഷോപ്പുകൾ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടു. കാരണം RCM ഇനിയും തിരിച്ചു വരും. ഡയറക്ട് സെല്ലിംഗ് നിരോധിച്ച സമയത്ത് ഞാനും മൂർത്തി സാറൊക്കെ കോരത്തോട് പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങളുടെ പ്രതീക്ഷ RCM തിരിച്ചു വരും. അങ്ങനെ കുറേ നാളുകൾ, ഏകദേശം 2 വർഷത്തോളം RCM തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ ഒരു പണിയില്ലാതെ വീട്ടിലിരുന്ന ദിവസങ്ങളുണ്ട്. ഒരു പണിയില്ലാതിരിക്കുന്ന സമയത്ത് ഒരു വരുമാനം ഇല്ലാത്ത ദിവസങ്ങളുണ്ട്. അങ്ങനെയാണ് പല ദിവസങ്ങളും. 2013 ഫെബ്രുവരി മാസമാണെന്ന് എനിക്ക് തോന്നുന്നു, ഇന്ത്യ ഗവൺമെൻറ് നിരോധനമൊക്കെ പിൻവലിച്ചു. RCMന് പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുത്തു. കമ്പനി ആക്റ്റീവായി. ആദ്യ മാസം തന്നെ നവംബർ മാസത്തെയും ഡിസംബർ മാസത്തെയും ഇൻകം കമ്പനി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നു. പഴയ സാധനങ്ങളൊക്കെ കമ്പനി തിരിച്ചെടുത്തു. 2013 വീണ്ടും ഒരു റീസ്റ്റാർട്ടിങ്, വീണ്ടും സീറോയിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു. അതുവരെ ഉണ്ടാക്കിയ വോളിയമെല്ലാം ആൾക്കാരെല്ലാവരും RCM വിട്ടുപോയി. പുതിയ ആൾക്കാരെ വീണ്ടും ജോയിൻ ചെയ്യിപ്പിച്ച് ഓരോരോ ലെവലുകൾ കയറി. വീണ്ടും ബിഗിനറായി, സ്റ്റാർട്ടറായി, ഓപ്പണറായി, ഈഗിളായി, അങ്ങനെ ഓരോരോ ലെവലുകൾ കഴിഞ്ഞ് സ്റ്റാറായി, പിന്നെ റോയൽറ്റി ആയി, പിന്നെ ടെക്നിക്കലായി, പിന്നെ എമറാൾഡായി, സ്റ്റാർ എമറാൾഡായി. ഇപ്പോൾ റൈസിംഗ് കോർ ലീഡർ വരെ ആയത് കഴിഞ്ഞ 15 വർഷത്തെ നിരന്തരമായ പരിശ്രമത്തിൽ നിന്നുമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സ്വയം ശക്തനാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം ശക്തരായ ആൾക്കാരെ മാത്രമേ ആൾക്കാർ ബഹുമാനിക്കുകയുള്ളൂ. അതിന് ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ, നമുക്ക് സ്വയം ശക്തരാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ടും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിർത്തുക. മറ്റുള്ളവർ എന്നെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, എനിക്ക് അത് തരും, ഇത് തരും എന്നുള്ള ആ പ്രതീക്ഷ നമുക്ക് നിർത്തുക. മറ്റുള്ളവരിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിർത്തുക. നമ്മളെല്ലാം സ്വയം നേടിയെടുക്കേണ്ടതാണ്. അതിനുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുകയും എല്ലാം ജീവിതത്തിൽ സ്വയം നേടിയെടുക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. രണ്ടാമത്തേതാണ് പേടിയല്ല, മടി ഒഴിവാക്കുക. നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മൾ പേടിച്ചിരുന്നിട്ടോ മടിച്ചിരുന്നിട്ടോ ഒരു കാര്യമില്ല. ഭയത്തെ ഒഴിവാക്കാൻ പ്രവർത്തിക്കുക, അല്ലെ പ്രയത്നിക്കുക എന്നുള്ളതാണ്. ഭയം ഒഴിവാക്കുക.
പേടിയോ മടിയോ ആയിരുന്ന ഒരാളും ജീവിതത്തിൽ സക്സസ് ആയിട്ടില്ല. കാരണം നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുക, ധൈര്യപൂർവ്വം ചോദിക്കുക. ആരോടാണെങ്കിലും എഴുന്നേറ്റ് നിന്ന് ധൈര്യപൂർവ്വം എനിക്കത് ആവശ്യമുണ്ട് എന്ന് ചോദിച്ചു വാങ്ങും. മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്ന എന്തെങ്കിലും ഒരു സ്കില്ല് നേടിയെടുക്കുക. മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കണം. ഈ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിലിൽ അഗ്രഗണ്യനാകാം, ടീമിനെ ഉണ്ടാക്കുന്നതിൽ, ക്ലാസ് എടുക്കുന്നതിലാകാം, എന്തിലുമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്ന ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്വയം ശക്തരായിട്ട് മാറും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അറിവുള്ളവനാകുക. ആർസിഎമ്മിനെ പറ്റി ചോദിച്ചാൽ, അല്ലെ ഏത് ഫീൽഡിലാണ് നിൽക്കുന്നത് ആ ഫീൽഡിനെ പറ്റി A to Z കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അറിവുള്ളവനാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മുമ്പേ പറഞ്ഞ സെൻറ്റൻസ് വീണ്ടും, സക്സസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോളജ് ആൻഡ് ആക്ഷൻ. ഇപ്പം നോളജ് ഏറ്റവും പ്രധാനപ്പെട്ട ഏത് ഫീൽഡിൽ നിന്നാലും ആ ഫീൽഡിനെ പറ്റിയുള്ള A to Z അറിവ്, അതിനാണ് മീറ്റിങ്ങുകൾ സഹായിക്കുക. അത് ഹോം മീറ്റിംഗ് ആയാലും PUC മീറ്റിംഗ് ആണെങ്കിലും സെമിനാറുകളാണെങ്കിലും ഇതുപോലെയുള്ള സൂം മീറ്റിങ്ങുകളാണെങ്കിലും നമുക്ക് അറിവ് കിട്ടാനുള്ളതാണ്. അറിവ് നേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓരോ ദിവസവും പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുക. ഓരോ ദിവസവും പുതിയതായിട്ടുള്ള എന്തെങ്കിലും പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുന്തോറും നമ്മുടെ ആത്മവിശ്വാസം കൂടും. എത്ര കൂടുതൽ പഠിക്കുന്നു അത്ര കൂടുതൽ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. അപ്പോൾ ആത്മവിശ്വാസമുള്ള ഒരാളാണ് ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ വിജയിക്കുക. അപ്പോൾ ശക്തിയും അറിവുമുള്ള ആളായിട്ട് മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്കൊക്കെ അറിയാം, സമൂഹത്തിൽ പാവപ്പെട്ടവരുമുണ്ട്, ദുർബലരുമുണ്ട്. അല്ലെങ്കിൽ പണമില്ലാത്ത ദരിദ്രനുണ്ട്, പാവപ്പെട്ടവർ, ദരിദ്രന്മാർ, ദുർബലന്മാർ. ഇപ്പോൾ പാവപ്പെട്ടവൻ്റെയും ദുർബലന്മാരുടെയും ഒന്നും വാക്കുകൾ ആരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മൾ പാവപ്പെട്ടവനായിരുന്നിട്ടോ ദുർബലനായിരുന്നിട്ടോ ഒരു കാര്യമില്ല. സമ്പന്നനാകുക, ശക്തിയുള്ളവനായിരിക്കുക. കാരണം ഇവരുടെയൊക്കെ വാക്കുകളാണ് ആൾക്കാർ ശ്രദ്ധിക്കുക. അപ്പോൾ സീറോയിൽ നിന്നും ഹീറോയിലേക്ക് എത്താനുള്ളൊരു വഴിയാണ് ശരിക്കും പറഞ്ഞാൽ RCO എന്നുള്ളത്. സീറോയിൽ നിന്നും ഒന്നുമില്ലാത്തൊരവസ്ഥ, അതായത് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നിന്നും എല്ലാം തികഞ്ഞവനായി മാറുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് RCO എന്ന പ്രസ്ഥാനം ഒരു വ്യക്തിയെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും വളർത്തുമെന്ന് പറയുന്നത്. ഗ്രോത്ത്, വലിയൊരു ഗ്രോത്താണ് RCO നമുക്ക്. ആരോഗ്യപരമായിട്ട് വളർത്തും, സാമ്പത്തികപരമായി വളർത്തും, സാമൂഹ്യപരമായിട്ടും നമുക്ക് വളരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ പഠിക്കുമ്പോഴാണ് ഈ കൂടുതൽ ആത്മവിശ്വാസം നമുക്കുണ്ടാകുന്നത്. നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നതാണ് ശരിക്കും ഞാൻ ഭയം എന്നുള്ളത്. അപ്പോൾ ഈ ഭയം ഒഴിവാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അതിന് ഭയമില്ലാതാണ് എന്ത് ചെയ്യണം? എന്തിനാണോ നമ്മൾ ഭയപ്പെടുന്നത് അത് പ്രവർത്തിക്കാൻ തയ്യാറാണ്, അത് തന്നെ ചെയ്യാൻ തയ്യാറാണ്. കാരണം വാക്കുകൾക്ക് ഭാരമുള്ള ആൾക്കാരെയാണ് ലോകം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ വാക്കുകൾക്ക് കനമുണ്ടാകണം സംസാരിക്കുമ്പോൾ. അങ്ങനെയുള്ളവരെയാണ് ലോകം ശ്രദ്ധിക്കുക. അങ്ങനെ വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം, ഇവിടെയാണ് മുമ്പേ പറഞ്ഞ ഞാൻ വാക്ക് ഒരിക്കൽ കൂടെ, ഫെയിലർ ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സക്സസ്. സക്സസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പരാജയം. അപ്പം പരാജയപ്പെട്ടേക്കാം, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും നമ്മൾ ഒരു പക്ഷേ തുടക്കത്തിൽ പരാജയപ്പെട്ടേക്കാം. പക്ഷെ എല്ലാത്തിനും ഒരു തുടക്കം ആവശ്യമാണ്. ഏത് ഫീൽഡിൽ ആൾക്കാരെ എടുത്തു നോക്കിയാലും അവരെല്ലാവരും ഒരിക്കലും ഒരു തുടക്കക്കാരനായിരുന്നു. ഇന്ന് കാണുന്ന സഫീർ മോത്തി സാർ ഒരിക്കൽ ബിഗിനറായിരുന്നു. ഡയമണ്ട് സുരേന്ദ്ര ഭട്ട് സാർ ഒരു ബിഗിനറായിരുന്നു, ഒരു തുടക്കക്കാരനായിരുന്നു. ഇന്നൊക്കെ അവരുടെ പൊസിഷനിൽ എത്തിയെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു പ്രോസസ്സ് ഉണ്ട്. ഒരു പ്രോസസ്സിൽ കൂടി അവരെല്ലാവരും കടന്നു പോയിട്ടുണ്ട്. ആ പ്രോസസ്സിൻ്റെ റിസൾട്ടാണ് ഇന്ന് കാണുന്ന ഓരോ പദവികളും. അപ്പോൾ ഈ പ്രോസസ്സിൽ കൂടി കടന്നു പോകാൻ നമുക്ക് പറ്റണം. സുരേന്ദ്ര ഭട്ട് സാറ് കോട്ടയത്ത് മണർകാട് പള്ളിയുടെ പാരിശാല വന്നിട്ട് ആ സ്റ്റേജിൽ ഒരു 5-8 ചുവട് മുന്നോട്ട് വെച്ചു. ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരു 5-8 ചുവട് മുന്നോട്ട് നടന്നിട്ട് ചോദിച്ചു, എന്ത് മനസ്സിലായി? ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല. കാരണം അദ്ദേഹം 5-6 ചുവട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ന് നിൽക്കുന്ന പൊസിഷനിൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഞാൻ എവിടെയാണോ അവിടെ വന്ന് നിന്നിട്ട് ഞാൻ എങ്ങനെയാണോ മുന്നോട്ട് ചുവട് വെച്ച് അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പം അവരെന്ത് പ്രോസസ്സിൽ കൂടെയാണോ കടന്നു പോകുന്നത്, ആ പ്രോസസ്സ് വഴി കടന്നു പോകുമ്പോൾ അദ്ദേഹം എത്തി അതേ പൊസിഷൻ എത്താൻ പറ്റും. നമ്മളെല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ്. തുടങ്ങുക, തുടക്കത്തിൽ നിന്നും പിന്നീട്
വളരുക എന്നുള്ളതാണ്. ഇപ്പോൾ ആർ സി എമ്മിനെ സംബന്ധിച്ച് ആർ സി എം ഒരു ലീഡറായി മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആർ സി എമ്മിൽ വിജയിക്കുക, ജീവിതത്തെ വിജയിക്കുക, ലീഡറായിട്ട് മാറുക. അതിന് അത്യന്താപേക്ഷിതമായ കുറച്ച് പോയിന്റ്സ് ആർ സി എമ്മായിട്ട് നമുക്കൊക്കെ അറിയാം. ആർ സി എം റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് ആണ്, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്, ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ലാത്ത വിപണന രീതി ആയതുകൊണ്ട് കമ്പനിക്കുണ്ടാകുന്ന നേട്ടം ഉപഭോക്താവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ ആർ സി എമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ ലാഭവിഹിതത്തിന് അവകാശികളാണ്. അതുകൊണ്ടാണ് രാജസ്ഥാനിലെ ഭിൽവാരയിൽ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നാൽ അതിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ വലിയൊരു മൈതാനമുണ്ട്. ആ മൈതാനത്തിൻ്റെ സൈഡിലൊരു ബിൽഡിംഗ് ഉണ്ട്, അതിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് മേ മാലിക് ഹൂം, ഞാനാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉടമസ്ഥൻ. കാരണം കമ്പനിക്കുണ്ടാകുന്ന ലാഭത്തിൻ്റെ വിഹിതം നേടിയെടുക്കാൻ അർഹതയുള്ള വ്യക്തി, കോടിക്കണക്കിന് രൂപ ടേൺ ഓവറുള്ള ഒരു കമ്പനിയുടെ വിഹിതം നേടിയെടുക്കാൻ അർഹതപ്പെട്ട വ്യക്തികളാണ് ആർ സി എമ്മിൻ്റെ ഓരോ മെമ്പർമാരും. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ലാഭവിഹിതം എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല, അത് നേടിയെടുക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ ഭൂമുഖത്ത് ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വലിയൊരു കമ്പനിയുടെ ടേൺ ഓവറിൻ്റെ വിഹിതത്തിന് അർഹതയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും, അതിൻ്റെ ഉടമസ്ഥരാണ് നമ്മൾ. അപ്പോൾ അതിൽ നിന്ന് മാസം കിട്ടാൻ പോകുന്ന വരുമാനത്തിന് പരിധിയില്ല. അൺലിമിറ്റഡ് ഇൻകം വാങ്ങാം, അൺലിമിറ്റഡ്. അത് ടി സി ജി നമുക്കിരുന്ന് ഉറപ്പാണ്. നിങ്ങളാണ് ഇപ്പോൾ പ്രസ്ഥാനത്തിൻ്റെ ഉടമസ്ഥർ. അപ്പോൾ ഒരു ഉടമസ്ഥാവകാശമുള്ള ഒരാൾ മറ്റൊരു ജോലിയുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും അത് വിശ്വാസം വന്നിട്ടില്ല. ആർ സി എമ്മിനെ ശരിയായ രീതിയിൽ പഠിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ആർ സി എമ്മിൽ നമുക്ക് വിശ്വാസം വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അറിവ് നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആർ സി എം എന്താണ്, ആർ സി എം എന്തിനുള്ളതാണ്, ആർ സി എം എങ്ങനെയുള്ളതാണ്, അല്ലെ എന്തിനു വേണ്ടിയുള്ളതാണ്, കൃത്യമായ ഒരു അവയർനെസ് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതിന് മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത അറിവ് നേടുക എന്നുള്ളതാണ്. അപ്പോൾ ആർ സി എമ്മിൽ നമുക്ക് വേണ്ടത് കൺസിസ്റ്റന്റ് അച്ചീവ്മെന്റ് ആൻഡ് ഗ്രോത്ത്. കൺസിസ്റ്റന്റ് അച്ചീവ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, ഒരിക്കലും നിലച്ചു പോകാത്തതായിരിക്കണം. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റും ഗ്രോത്തും. ഇത് ഒരു പ്രതീക്ഷ നമ്മൾ ഉണ്ടാക്കും. ബ്രിങ് ഹോപ്പ്. നമ്മളിൽ ഒരു പ്രതീക്ഷ കൊണ്ടുവരുന്നത് എന്താണ്? നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാവണം, കൺസിസ്റ്റന്റ് ആയിട്ട് അച്ചീവ്മെന്റ് ഉണ്ടാവണം. തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പാടില്ല. ഓരോരോ അച്ചീവ്മെന്റ് നമ്മൾ സ്വയം നേടിയെടുക്കണം കൺസിസ്റ്റന്റ് ആയിട്ട്. ഈ കൺസിസ്റ്റൻസി എന്നുള്ള വാക്ക്, കോൺസ്റ്റന്റ് എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്. ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ അച്ചീവ്മെന്റ് തുടർച്ചയായിട്ട് നേടിക്കൊണ്ടിരിക്കുക, വളർച്ച തുടർച്ചയായിട്ട് നേടിക്കൊണ്ടിരിക്കുക. അതിന് നമ്മുടെ പരിശ്രമം അത്യാവശ്യമാണ്. ശ്രമം എന്ന് പറഞ്ഞാലും പരിശ്രമം എന്ന് പറഞ്ഞാലും രണ്ടാണ്. പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വിജയം നേടുന്നത് വരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ പരിശ്രമിക്കുന്നവർക്കാണ് വിജയം കിട്ടുക. തുടർച്ചയായിട്ട് അച്ചീവ്മെന്റ് നേടുക. ആർ സി എമ്മിൻ്റെ ഓരോരോ ലെവലുകൾ കൃത്യമായ ഇടവേളകളിൽ നേടിക്കൊണ്ടേയിരിക്കുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രോത്ത് കൊണ്ടുവരിക. ഹർദിൻ ഓരോ ദിവസവും ഗ്രോത്ത് വേണമെന്ന് ടി സി അതുകൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ ദിവസവും ഗ്രോത്ത് വേണം. ഗ്രോത്ത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ പിൻ ലെവലുകൾ തന്നെ വന്നോളൂ. ഈ മാസം എത്ര ടി സി ജി നമ്മളെ പഠിപ്പിച്ചത് ആർ സി എം ബിസിനസ് വിജയിക്കാൻ വൈറ്റൽ ലെവൽ അച്ചീവേഴ്സ് എല്ലാ മാസവും 100% ഗ്രോത്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ടീമിലുള്ള വൈറ്റൽ ലെവൽ അച്ചീവേഴ്സ് ആരാണെന്ന് കണ്ടെത്തിയിട്ട് ഓരോരുത്തർക്കും 100% ഗ്രോത്ത് കൊണ്ടുവരാൻ അവരെ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. നമ്മുടെ ടീമിൽ റോയൽറ്റി അച്ചീവേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ റോയൽറ്റി അച്ചീവേഴ്സിനെയും 50% ഗ്രോത്ത് എല്ലാ മാസവും കൊണ്ടുവരാൻ സഹായിക്കുക. ഇനി ടെക്നിക്കൽ അച്ചീവർ ഉള്ളവരുടെ ലീഡറാണെങ്കിൽ ടീമിൽ ഉള്ള എല്ലാ ടെക്നിക്കൽ അച്ചീവേഴ്സിനും 25% ഗ്രോത്ത് കൊണ്ടുവരിക. അപ്പോൾ ഈ ഗ്രോത്ത് കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിൻ ലെവലുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഒരു കൺസിസ്റ്റന്റ് അച്ചീവ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഉണ്ടാവണം. അത് നമ്മൾ പ്രതീക്ഷകൾ കൊണ്ടുവരും. യെസ്, എന്നെ കൊണ്ട് ഇത് പറ്റും, ഞാനൊരു സ്വയം ശക്തനായിട്ട് മാറും, എൻ്റെ പിൻ ലെവലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാവണമെങ്കിൽ ഞാൻ കൺസിസ്റ്റന്റ് അച്ചീവ്മെന്റും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്തും കൊണ്ടുവരണം. രണ്ടാമത്തത് ബിക്കം എ ഗ്രേറ്റ് ലീഡർ. ഒരു ഗ്രേറ്റ് ലീഡറായിട്ട് മാറുക. ലീഡർ ആകാനായിട്ട് എന്ത് ചെയ്യണം? കൂടുതൽ പഠിക്കണം, ലേൺ മോർ, കൂടുതൽ പഠിക്കണം, ഡു മോർ, കൂടുതൽ ചെയ്യണം, അച്ചീവ് മോർ ആൻഡ് ഏൺ മോർ. ഒരു ഗ്രേറ്റ് ലീഡർ ആകുക എന്ന് പറഞ്ഞാൽ ആർ സി എം നമുക്കറിയാം, ഓരോരോ ലീഡർഷിപ്പ് ലെവലുകളും കൂടുതൽ കൂടുതൽ നേട്ടങ്ങളാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്.
അതിനുവേണ്ടി കൂടുതൽ പഠിക്കാൻ തയ്യാറാണ്. ഓരോ ലെവലിലും അതിൻ്റെതായ പഠിത്തം വേണം. അതുകൊണ്ടാണ് RCM നമ്മൾ ബിഗിനേഴ്സിൻ്റെ മീറ്റിങ്ങുകൾ നടത്താറുണ്ട്, സ്റ്റാർ ആൻഡ് അബോവ് അച്ചീവേഴ്സിൻ്റെ മീറ്റിംഗ് നടത്താറുണ്ട്, ടെക്നിക്കൽ അച്ചീവേഴ്സിൻ്റെ മീറ്റിംഗ് നടത്താറുണ്ട്, എമറാൾഡ് ആൻഡ് അബോവിൻ്റെ മീറ്റിംഗ് നടത്താറുണ്ട്, റൈസിംഗ് കോർ ലീഡേഴ്സിൻ്റെ മീറ്റിംഗ് നടത്താറുണ്ട്, കോർ ലീഡേഴ്സിൻ്റെ മീറ്റിംഗ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നടത്തേണ്ട കാര്യമുണ്ട്. ഓരോ ലെവലിലും കൂടുതൽ പഠിക്കാനുണ്ട്. ബിഗിനർ പഠിക്കുന്നതല്ല സ്റ്റാർ ആൻഡ് അബോവ് പഠിക്കേണ്ടത്. സ്റ്റാർ ആൻഡ് അബോവ് പഠിക്കേണ്ടതല്ല ടെക്നിക്കൽ അച്ചീവർ പഠിക്കേണ്ടത്. ടെക്നിക്കൽ അച്ചീവർ പഠിക്കേണ്ടതല്ല എമറാൾഡ് ആൻഡ് എംബ്രൂ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ മീറ്റിങ്ങുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് നടത്തുന്നതിൻ്റെ കാരണം അതാണ്. ഓരോ ലെവലിൽ നിൽക്കുമ്പോഴും കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. പഠിച്ചാൽ മാത്രമല്ല ചെയ്യുന്നതും കൂടുതലായിരിക്കണം. ഡു മോർ. കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. ഒരു സാധാരണ ബിഗിനർ ലെവൽ അച്ചീവർ ചെയ്യുന്നത് പോരാ ഒരു റോയൽറ്റി അച്ചീവർ ചെയ്യാൻ. ഒരു റോയൽറ്റി അച്ചീവർ ചെയ്യുന്നത് മാത്രം പോരാ ഒരു ടെക്നിക്കൽ അച്ചീവർ ചെയ്യാൻ. ടെക്നിക്കൽ അച്ചീവർ ചെയ്യേണ്ടത് മാത്രമല്ല, അല്ലെങ്കിൽ അത് മാത്രം പോരാ ഒരു എമറാൾഡ് ചെയ്യേണ്ടത്. എമറാൾഡ് ചെയ്യുന്ന പണി മാത്രമല്ല ഒരു സ്റ്റാർ എമറാൾഡ് ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും അവരുടേതായ വ്യത്യസ്തമായ റോളുകളുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഓരോ ലെവൽ കയറുമ്പോഴേ തന്നെ അച്ചീവ്മെൻ്റ് ആണ്. ആ ഓരോ ലെവൽ അച്ചീവ് ചെയ്യുമ്പോഴും കിട്ടുന്നത് വരുമാനവും അതിനനുസരിച്ച് വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. എമറാൾഡിന് കിട്ടുന്ന വരുമാനമല്ല സ്റ്റാർ എമറാൾഡിന് കിട്ടുക. സ്റ്റാർ എമറാൾഡിന് കിട്ടുന്ന വരുമാനമല്ല റൂബിക്ക് കിട്ടുക. RCMൻ്റെ ഡിസൈൻ എങ്ങനെയാണ്? അപ്പോൾ RCM ഒരു ഗ്രേറ്റ് ലീഡറായിട്ട് മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലീഡർമാരെയാണ് RCMൽ ആൾക്കാർ ബഹുമാനിക്കുക. സഫയറിനെ ബഹുമാനിക്കുന്നു, റൂബിയെ ബഹുമാനിക്കുന്നു, ഡയമണ്ടിനെ ബഹുമാനിക്കുന്നു. അപ്പം ആ ബഹുമാനത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നത് അവരുടെ ലെവൽ, അവരുടെ പൊസിഷനെ അനുസരിച്ചാണ്. അതുകൊണ്ടാണ് RCMൽ ലീഡർ അല്ലാത്ത ആരെയും നമ്മളറിയാം. നമ്മൾ കോട്ടയത്ത് മീറ്റിംഗ് എടുക്കുമ്പോൾ സ്റ്റാർ ആൻഡ് അച്ചീവേഴ്സിനെയാണ് സ്റ്റേജ് വിളിക്കുക. അതിന് താഴെയുള്ളവരെ വേദി വിളിക്കാറില്ല, സ്റ്റേജ് വിളിക്കാറില്ല. ഇനി ചിലപ്പോൾ നമ്മൾ വിളിക്കുന്നത് ടെക്നിക്കൽ അച്ചീവേഴ്സിനെ മാത്രമേ വിളിക്കത്തുള്ളൂ. ഇപ്പം ULPയിൽ ഈ മാസം പുതിയൊരു ഇത് വന്നു. സ്റ്റാർ എമറാൾഡ് ആൻഡ് അബോവിനെ മാത്രം ഇനിയും വേദി വിളിച്ചാൽ മതി. അത് താഴെയുള്ള ആരെയും വേണ്ട. സ്റ്റേജ് വിളിക്കണ്ട, ഒരു വേദിയിൽ ഇരുന്നോട്ടെ. പക്ഷേ സ്റ്റേജ് വിളിക്കണമെങ്കിൽ മിനിമം സ്റ്റാർ എമറാൾഡെങ്കിലും ആകണമെന്നാണ് ലേറ്റസ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ ഓരോ പിൻ ലെവലിനും അതിൻ്റെതായ മാന്യത RCMലുണ്ട്. അപ്പോൾ ആ പിൻ ലെവലുകൾ നമുക്ക് മാന്യത ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആ പിൻ ലെവലുകളിൽ എത്തുമ്പോഴാണ് ആ പിൻ ലെവലിൻ്റെ മാന്യത നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്രേറ്റ് ലീഡർ ആകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഗ്രേറ്റ് ലീഡറാണ് എന്ത് ചെയ്യണം? നമുക്കൊരു A സൈഡ് ഉണ്ടാകണം, ഒരു B സൈഡ് ഉണ്ടാകണം. നമ്മൾ സെൽഫ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ A സൈഡിലേക്ക് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം. നമ്മൾ താഴോട്ട് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ താഴെ നിന്ന് വോളിയം മുകളിലോട്ട് കയറി വരും. അപ്പോൾ താഴോട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്കാണ് മുകളിലോട്ട് വോളിയം കയറി വരിക. അത് B സൈഡിൽ തന്നെ. നമ്മൾ B സൈഡിൽ താഴോട്ട് ഇറങ്ങി പ്രവർത്തിച്ചാൽ താഴെ നിന്ന് വോളിയം മുകളിലോട്ട് കയറി വരും. അപ്പോൾ താഴെ നിന്ന് വരുന്ന വോളിയമാണ് നമ്മുടെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോളിയത്തിനനുസരിച്ചാണ് നമ്മുടെ ലെവലുകൾ നിശ്ചയിക്കപ്പെടുന്നത്. 20,000 PV വരുമ്പോഴാണ് ഒരാൾ ബിഗിനർ ആകുന്നത്. 3,00,000 PV വരുമ്പോഴാണ് ഒരാൾ സ്റ്റാർ അച്ചീവർ ആകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? താഴോട്ട് ഇറങ്ങി പ്രവർത്തിക്കണം. എത്ര താഴോട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നോ അത്ര കൂടുതൽ PV താഴെ നിന്ന് മുകളിലോട്ട് വരും. എത്ര കൂടുതൽ പ്രവർത്തിക്കുന്നു അത്ര വലിയൊരു ലീഡറായിട്ട് നിങ്ങൾ മാറും. അപ്പോൾ ബിക്കം എ ഗ്രേറ്റ് ലീഡർ. ലീഡറായി കഴിഞ്ഞാൽ എന്ത് വേണം? പവർഫുൾ ട്രെയിനിങ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് സിസ്റ്റം നിങ്ങളുടെ ടീമിന് വേണ്ടി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ടീമിന് പവർഫുൾ ട്രെയിനിങ് മാത്രം പോരാ, ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ എന്താണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ടീമിന് വേണ്ടി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. ടീമിൽ ലീഡർ ആകും തോറും നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. ടീമിന് ശക്തമായ ട്രെയിനിങ് കൊടുക്കാൻ നമുക്ക് പറ്റണം. പവർഫുൾ ട്രെയിനിങ്, മോട്ടിവേഷൻ ഉണ്ടാകണം, എഡ്യൂക്കേഷൻ ഉണ്ടാകണം, ഇൻസ്പിറേഷൻ ഉണ്ടാകണം മീറ്റിങ്ങുകളിൽ. അപ്പോൾ സ്വന്തം ടീമിനെ വേണ്ട ഇൻസ്പിറേഷൻ കൊടുക്കാനും മോട്ടിവേഷൻ കൊടുക്കാനും എഡ്യൂക്കേഷൻ കൊടുക്കാനും പറ്റുന്ന ഒരു ലീഡറായിട്ട് നമ്മൾ മാറും. അതിനുള്ള സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ട്രെയിനിങ് ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവുന്ന കാര്യം സംശയമൊന്നുമില്ല. ഇനി നാലാമത്തെ പോയിന്റ്, കോൺസ്റ്റന്റ് ടീം ആക്ടിവിറ്റി ടീമിലുണ്ടാകണം. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, 1-to-1 മീറ്റിങ്ങുകൾ ടീമിൽ നടക്കണം, ഹോം മീറ്റിങ്ങുകൾ നടക്കണം, PUC മീറ്റിങ്ങുകൾ നടക്കണം, സെമിനാറുകൾ നടത്തണം, ടീമിനെ കൊണ്ട് വലിയ വലിയ ഇവന്റുകളിൽ കൊണ്ട് പങ്കെടുപ്പിക്കണം. നമുക്കറിയാം
നമ്മൾ ഭക്ഷ്യമേളകളൊക്കെ ഗുഡ് ഡോട്ടിൻ്റെ ഭക്ഷ്യമേളകൾ നടത്താറുണ്ട്. പലതരം ആക്ടിവിറ്റീസ് നമ്മൾ നടത്താറുണ്ട്. ന്യൂട്രിചാർജിൻ്റെ ട്രെയിനിങ്സ് നടത്താറുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താണ്? ടീമിനെ ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര കൂടുതൽ മീറ്റിങ്ങുകൾ നമുക്ക് നമ്മുടെ ടീമിൽ സംഘടിപ്പിക്കാമോ അത്ര കൂടുതൽ ആൾക്കാർ ആർസിഎമ്മിനെ പറ്റി അറിയുകയും കൂടുതൽ ലീഡേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോൺസ്റ്റന്റ് ടീം ആക്ടിവിറ്റീസ് ഇൻ ദ ടീം വളരെ പ്രധാനപ്പെട്ടതാണ്. മോർ മീറ്റിംഗ്സ് മോർ ഇൻകം. നിങ്ങൾ എത്ര കൂടുതൽ മീറ്റിംഗ് എടുത്തുന്നോ അത്ര കൂടുതൽ നിങ്ങളുടെ ഇൻകം കൂടും. നോ മീറ്റിംഗ്സ് മീൻസ് നോ ഇൻകം ഇൻ ആർസിഎം. അപ്പോൾ മീറ്റിങ്ങുകൾ കൂട്ടുക, ആക്ടിവിറ്റീസ് കൂട്ടുക. ടീമിൻ്റെ ആക്ടിവിറ്റീസ് കൂട്ടുന്ന ആൾക്കാണ് റിസൾട്ട് കൂടുതൽ ഉണ്ടാകുക. അപ്പോൾ 1-to-1 മീറ്റിംഗ് ചെയ്യുന്നവരുടെ എണ്ണം നമ്മുടെ ടീമിൽ കൂട്ടുക, ഹോം മീറ്റിംഗ് നടത്തുന്നവരുടെ എണ്ണം കൂട്ടുക, പ്ലാൻ പ്രസൻറ്റേഷൻ മീറ്റിംഗ്സ്, ആർസിഎമ്മിൻ്റെ പ്ലാൻ എന്താണെന്ന് അതിനാണ് ഷോ ദ പ്ലാൻ, STP എന്ന് പറയുന്നത്. എത്ര കൂടുതൽ STP നമുക്ക് നമ്മുടെ ടീമിൽ ഒരു ദിവസം നടത്താൻ പറ്റും അത്ര കൂടുതൽ നമ്മുടെ ബിസിനസ് വളരും. അപ്പോൾ കണ്ടിന്യൂസ് ആക്ടിവിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്. കോൺസ്റ്റന്റ് ടീം ആക്ടിവിറ്റി. കോൺസ്റ്റന്റ് എന്ന വാക്കോടെ ഞാൻ പറഞ്ഞു. തുടർച്ചയായിട്ട് ചെയ്യുക, കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യുക, ഒരിക്കലും നിൽക്കാൻ പാടില്ല. എത്ര കൂടുതൽ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ നടത്താം അത്ര കൂടുതൽ നിങ്ങളുടെ ബിസിനസ് വിജയിക്കും. അപ്പോൾ വെറുതെ ഇരുന്നാൽ ആർസിഎമ്മിൽ ഒന്നും വിജയിക്കത്തില്ല. അപ്പോൾ കർമ്മനിരതരായിരിക്കുക എന്നുള്ളതാണ് ആർസിഎമ്മിൽ. സജീവരായിരിക്കുക. ആർസിഎമ്മിൽ സജീവരായ ലീഡേഴ്സിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് കൺസിസ്റ്റന്റ് അച്ചീവ് ആൻഡ് ഗ്രോത്ത്. രണ്ടാമത്തേത് ബിക്കം എ ഗ്രേറ്റ് ലീഡർ. മൂന്നാമത്തേത് പറഞ്ഞു പവർഫുൾ ട്രെയിനിങ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് സിസ്റ്റം ഫോർ യുവർ ടീം. ടീമിന് വേണ്ടിയിട്ട് കോൺസ്റ്റന്റ് ടീം ആക്ടിവിറ്റി ഇൻ ദ ടീം. ഇനി അടുത്ത പോയിന്റ് ബിൽഡ് ആൻ ആർമി ഓഫ് ലീഡേഴ്സ് ഇൻ യുവർ ടീം. ബിൽഡ് ആൻ ആർമി ഓഫ് ലീഡേഴ്സ് ഇൻ യുവർ ടീം. നിങ്ങളുടെ ടീമിൽ ലീഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ലീഡേഴ്സിൻ്റെ ഒരു ആർമി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്, ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ്. അപ്പോൾ അതാണ് ബിൽഡ് ആൻ ആർമി ഓഫ് ലീഡേഴ്സ് ഇൻ യുവർ ടീം. അപ്പോൾ നിങ്ങളുടെ ടീമിൽ എങ്ങനെയുള്ള ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം? ബിൽഡ് ലീഡേഴ്സ് ഹൂ ഡോണ്ട് നീഡ് എ ലീഡർ. ഒരു ലീഡറെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു ലീഡറെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെയുള്ള ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വയം കാര്യങ്ങൾ ചെയ്യുന്ന, എപ്പോഴും അപ്ലൈൻ വരട്ടെ, അപ്ലൈൻ വന്നിട്ട് ഞാൻ എല്ലാം ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നവരല്ല വേണ്ടത്. സ്വയം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ള ലീഡേഴ്സ്. മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യണോ, ഞാൻ റെഡി, എന്തിന് ഞാൻ റെഡി, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെയുള്ള ലീഡേഴ്സ് എത്ര കൂടുതൽ നിങ്ങളുടെ ടീമിൽ വരുന്നോ അത്ര കൂടുതൽ നിങ്ങളുടെ ബിസിനസ് വിജയിക്കും. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് റോയൽറ്റി ആയാലും സ്റ്റാർ ആയാലും ടെക്നിക്കൽ ആയാലും അപ്ലൈൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യും, സ്വയം ഒന്നും തോന്നി ചെയ്യില്ല. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് മീറ്റിങ്ങുകളിലൊക്കെ വന്നിട്ട് വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടിരിക്കും. അവസാനം ക്ലാസ് തുടങ്ങുമ്പോൾ ബോർഡ് കാണത്തില്ല, പേന കാണത്തില്ല, ടെസ്റ്റർ കാണത്തില്ല, സീറ്റ് ഇട്ടിട്ടുണ്ടാകത്തില്ല. ലീഡേഴ്സൊക്കെ വന്ന് വെറുതെ കുത്തിയിരിക്കുക. ആ സമയത്ത് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും, അത് ആർസിഎമ്മിലെ ഏറ്റവും ചെറിയ ലീഡർ പോലും, ഒരു ബിഗിനർക്ക് പോലും ചെയ്യാവുന്ന കാര്യമാണ്. ഒരു മീറ്റിംഗ് ഹാളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് നോക്കണം. അതാണ് ഒരു ലീഡർഷിപ്പിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി മാത്രമേ വലിയ വലിയ ലീഡറാകാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോഴായിരിക്കും ഡസ്റ്റർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അയ്യോ ഡസ്റ്റർ എടുക്കാൻ മതി, പിന്നെ ഡസ്റ്ററിന് വേണ്ടി ഓട്ടോ. പേന, അയ്യോ പേന ഇല്ല, ഉടനെ പേന വാങ്ങാനായിട്ട് അടുത്ത കടയിലോട്ട് ഓട്ടോ. അങ്ങനെയല്ല. ഒരു മീറ്റിംഗ് ഹാളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ലീഡറാണെന്ന് സ്വയം ബോധ്യം വരുത്തിയിട്ട് അവിടെ വേണ്ട സജ്ജീകരണങ്ങൾ ആരും ചെയ്യുന്നില്ലേ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ലീഡേഴ്സിനെയാണ് നമ്മുടെ ടീമിൽ നമുക്ക് വേണ്ടത്, സ്വയം അറിഞ്ഞ് ചെയ്യുന്ന ലീഡർ. അങ്ങനെ ഉള്ള ലീഡേഴ്സ് നമ്മുടെ ടീമിൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് വളരും. അപ്പം അങ്ങനെയുള്ള ലീഡേഴ്സിനെ നമ്മൾ വേണം ക്രിയേറ്റ് ചെയ്യാൻ. ഞാൻ ക്രിയേറ്റ്, കാരണം ഇതെൻ്റെ ബിസിനസ്സാണ്. എനിക്ക് അപ്ലൈനും ഉണ്ടാകും, എനിക്ക് ഡൗൺലൈൻസും ഉണ്ടാകും. പക്ഷേ ഈ ബിസിനസ്സിലെ പ്രധാന വ്യക്തി ഞാൻ തന്നെയാണ്. അതാണ് പറഞ്ഞത് വർക്ക് ലൈക്ക് എ സോൾജർ. ഒരു സോൾജറിനെ പോലെ ആയിരിക്കണം ആർസിഎമ്മിൻ്റെ തുടക്കം. 24 മണിക്കൂറും സൈൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് സോൾജേഴ്സ് എന്ന് പറയുക. എപ്പോഴും എന്തിനും റെഡി ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ പിന്നീട് ടീമിൻ്റെ കമാൻഡർ ഇൻ ചീഫിൻ്റെ പൊസിഷനിലേക്ക് എത്തണം. കമാൻഡർ ഇൻ ചീഫ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആർമിയുടെയും എയർഫോഴ്സിൻ്റെയും നേവിയുടെയും കൂടെ കോമൺ ആയിട്ടുള്ള ലീഡറുണ്ട്, ഒരു ഓഫീസർ ഉണ്ടാവും. അതാണ് കമാൻഡർ ഇൻ ചീഫ്. നമ്മുടെ ടീമിൻ്റെ കമാൻഡർ ഇൻ ചീഫായിട്ട് നമുക്ക് മാറാൻ പറ്റണം. അപ്പോൾ തുടക്കം ഒരു സോൾജറിൽ നിന്നായിരിക്കാം, പക്ഷേ ഒരു ഗ്രേറ്റ് ലീഡറായിട്ട് മാറുക എന്നുള്ളത് ഈ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അങ്ങനെയുള്ള ഒരു ഗ്രേറ്റ് ലീഡർ ആർസിഎമ്മിനെ സംബന്ധിച്ച് ശക്തനായ ലീഡറാണ്. അപ്പോൾ സ്വയം ശക്തനാവുക എന്നുള്ളതാണ് ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്.
അങ്ങനെയുള്ളവരുടെ വാക്കുകൾ ആൾക്കാർ ശ്രദ്ധിക്കും. സുരേന്ദ്രൻ സാർ എന്ത് പറഞ്ഞാലും ആൾക്കാർ ശ്രദ്ധിക്കും. മൂർത്തി സാർ എന്ത് പറഞ്ഞാലും ആൾക്കാർ ശ്രദ്ധിക്കും. അങ്ങനെ ആൾക്കാരാൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ പറ്റണമെങ്കിൽ അതിന് ഏറ്റവും ശക്തമായ, അതാ ടി സി ജി പറഞ്ഞ, ഞാൻ നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് RCM. RCM ശക്തവും സ്ഥിരവുമായ ഒരു പ്രസ്ഥാനം, ഒരു അടിത്തറയാകാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഏറ്റവും ശക്തമായ സുസ്ഥിരമായ ഒരു അടിത്തറ TCG നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ അടിത്തറ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ ലീഡറായിട്ട് മാറുക. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ ആരോഗ്യപരമായിട്ട് നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യം നേടാനും നല്ലൊരു വരുമാനം നേടിക്കൊണ്ട് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്താനും അതുവഴി സമൂഹത്തിൽ അംഗീകാരങ്ങൾ, പേരും പെരുമയൊക്കെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ശക്തനായ വ്യക്തിയായിട്ട് മാറാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രസ്ഥാനം. ഒരു രൂപ പോലും മുടക്കാതെ ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് RCM നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലേക്ക് കടന്നു വരുവാൻ പ്രത്യേകിച്ച് പ്രായപരിധി ഒന്നും നിശ്ചയില്ല. 18 വയസ്സുണ്ടോ നിങ്ങൾക്ക് RCMൽ കടന്നു വരാം. RCMൽ കൂടി നേട്ടങ്ങൾ ഏത് പ്രായത്തിലും നേടിയെടുക്കാം. ചെറുപ്പപ്രായത്തിൽ നേടിയെടുക്കാം, മിഡിൽ ഏജിൽ നേടിയെടുക്കാം, വാർദ്ധക്യത്തിൽ വേണമെങ്കിലും RCMൽ നമ്മൾ കണ്ടു. 78 വയസ്സുള്ള ഗിരിജാദേവിയമ്മ, തൃപ്പൂണിത്തറ സ്വദേശിനിയായിട്ടുള്ള ഗിരിജാദേവിയമ്മ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ എന്നെങ്കിലും ഒരിക്കൽ അമ്പലത്തിൽ പോകാൻ എനിക്കും കഴിയണമെന്ന് പ്രാർത്ഥനയോടെ കഴിഞ്ഞ ഒരു വ്യക്തി RCMന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരാഗ്രഹം പോലെ അമ്പലത്തിലേക്ക് നടന്നു കയറുകയും പിന്നീട് RCMന്റെ ഓരോ സ്റ്റെപ്പുകൾ കയറി കയറി ഇന്ന് RCMന്റെ സ്റ്റാർ, ഗോൾഡ്, പ്ലാറ്റിനം ലെവലിൽ എത്തുകയും ചെയ്ത വസ്തുത നമ്മൾക്കൊക്കെ പരിചിതമാണ് RCMൽ. സോ എവറിഥിങ് ഈസ് പോസിബിൾ ഇൻ RCM. RCMൽ എന്തും സാധ്യമാണ്. നമുക്ക് എന്താണോ RCMൽ കൂടി നേടണം, നമുക്ക് ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹമുള്ളത്, അതൊക്കെ നേടാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു സംവിധാനത്തിലാണ് നമ്മൾ. അവിടെ പരാജയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായേക്കാം. അതിനെയൊക്കെ ഭയമില്ലാതെ നേരിടുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. എല്ലാവർക്കും RCMൽ കൂടി എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകട്ടെ. RCMന്റെ ഒരു വലിയ ലീഡറായിട്ട് മാറാൻ സ്വയം അതിനുവേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. സ്വയം ഒരുങ്ങുക, സ്വയം ലീഡറായി മാറുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന ധാരാളം ആൾക്കാർ നിങ്ങളുടെ ചുറ്റുപാടുകളുണ്ടാവും. അത് നിങ്ങളുടെ ബന്ധുക്കളാകാം, സഹോദരങ്ങളാകാം, അല്ലെങ്കിൽ അയൽവക്കക്കാരാകാം, ആരും ആയിക്കോട്ടെ. അവരുടെയൊക്കെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് RCMന്റെ ഗ്രേറ്റ് ലീഡറാകാം. അതിന് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ പറ്റുന്ന ഒരുപിടി ലീഡേഴ്സ് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും. എൻ്റെ കൈ പിടിച്ചോളൂ, ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഉള്ള ഏറ്റവും നല്ലൊരു സംവിധാനത്തിലാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നത്. നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നേടാൻ മാത്രമേ RCMലുള്ളൂ. നേടാൻ മാത്രമേ RCMലുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച റെജിമോൻ സാറിനും നമ്മൾ പ്രിയപ്പെട്ട റെജിമോൻ സാറുണ്ട്, ഷാജി അൻസൻ സാറുണ്ട്, ധാരാളം ലീഡേഴ്സിൻ്റെ പേര് ഞാൻ എൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഈ ഒരു പുതുവർഷത്തിൽ നമ്മുടെ പഴയ സ്വപ്നങ്ങളെയൊക്കെ ഒന്ന് ചെകഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് TCG പറഞ്ഞതുപോലെ RCM എന്ന പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം മനുഷ്യജീവനെ കൂടുതൽ സമൃദ്ധവും ആനന്ദപൂർണവുമാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതം സമൃദ്ധമാക്കാനും നമ്മുടെ ജീവിതം ആനന്ദപൂർണ്ണമാക്കാനുള്ള ഈ പ്ലാറ്റ്ഫോമിൻ്റെ അനന്ത സാധ്യതകൾ, അതാണ് നമ്മൾ പറഞ്ഞത്, അൺലോക്കിംഗ് ലിമിറ്റ്ലെസ് പോസിബിലിറ്റീസ്. ULP പ്രോഗ്രാം അത് തന്നെയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഈ പ്രസ്ഥാനത്തിന് അനന്ത സാധ്യതകൾ, അതിൽ നമ്മൾക്ക് എന്തൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം നേടാൻ ഈ പ്രസ്ഥാനം പര്യാപ്തമാണ്. ശക്തവും സുസ്ഥിരവുമായ ഒരു അടിത്തറയാകാൻ RCM ഒരുങ്ങിക്കഴിഞ്ഞെന്നാണ് പറഞ്ഞു. അപ്പോൾ ഈ അടിത്തറ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എന്നെക്കാട്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ ഓർഗനൈസേഴ്സ് ആയിട്ടുള്ള റെജിമോൻ സാറിനും ഷാജി സാറിനും മറ്റുള്ള പ്രദീപ് സാറിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. JRCM.